ഏത് വിഷയത്തിലും കർത്താവിന് നമുക്ക് വേണ്ടി ഇടപെടാൻ സാധിക്കും. ഇന്നൊരു പ്രാർത്ഥനാ നിയോഗമുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് ആ വിഷയത്തെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിഷമിക്കേണ്ട, കർത്താവ് സഹായമായിട്ട് കൂടെയുണ്ട്. ബിലീവ്, വിശ്വസിക്കുക, ദൈവം നമ്മളെ സഹായിക്കും, ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും എന്ന് ഇന്ന് വിശ്വസിക്കുക. ദൈവം അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. കാരണം ഈ നിമിഷം നമ്മളെ സഹായിക്കാൻ അവിടുന്ന് ശക്തനാണ്. കീർത്തനം 46:1 നമ്മൾ കാണുന്നു, ദൈവം നമ്മുടെ സഹായകനാണ് കഷ്ടതകളിൽ. ഹി ഈസ് അവർ വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ അവർ ട്രബിൾ. അപ്പൊ ഇന്ന് ഒരു വിഷയം മുന്നിലുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ പ്രസന്റ്, ഇപ്പോൾ നമ്മളെ സഹായിക്കുമെന്ന് ഈ വചനം നമുക്കൊരു ഉറപ്പ് നൽകുവാണേ. അപ്പൊ അതായത് ഇന്ന് ഈ പ്രസന്റ് മൊമെന്റിൽ, ഈ വീഡിയോ കാണുന്ന ഈ മൊമെന്റില് വിശ്വസിക്കുക, ബിലീവ്, വിശ്വസിക്കുക, കർത്താവിന്റെ സഹായം നിനക്കായി കടന്നു വരും. നമുക്കൊന്ന് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാം. എനിക്കറിയാം, ഭാരമുള്ള വിഷയങ്ങളുമായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്കതിന് ഒരു ഉത്തരം വേണം, അല്ലെ, ഒരു സഹായം വേണം. ദൈവം ഉറപ്പ് നൽകുന്നു, ദൈവം സഹായിക്കും. ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ സഹായ ഹസ്തം, പരിശുദ്ധാത്മാവൻ ദൈവത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. എന്റെ കർത്താവെ, എന്റെ ഈ സഹോദരനുമായിട്ട്, എന്റെ ഈ സഹോദരിയുമായിട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അവിടുത്തേക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ. ലൂക്ക 1:37. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അത്ഭുതകരമായ സംരക്ഷണ കവചമൊരുക്കി അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, സംരക്ഷിക്കുന്നതിനായി നന്ദി പറയും. തന്റെ ഇസ്രായേൽ ജനത്തെ അവിടുന്ന് വരണ്ട ഭൂമി ഒരുക്കി, കടലുകൾ പിളർന്നുകൊണ്ട് അവിടുന്ന് വഴി തുറന്നവർക്ക്. അതുപോലെ അത്ഭുതകരമായ വഴികൾ. When there seems to be no way, God makes a way. വഴികൾ അടഞ്ഞിരിക്കുന്ന പോലത്തെ അവസ്ഥകളിൽ ദൈവം അത്ഭുത വഴി തുറക്കുന്നതിനായി നന്ദി പറയും. എല്ലാം അവസാനിച്ചു, തീർന്നു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്ന കാര്യത്തെ ആ ഫുൾ സ്റ്റോപ്പിനെ മാറ്റി അവിടുന്ന് ഒരു കോമയാക്കി. യു ആർ ഗോയിങ് ടു റൈറ്റ് എ ന്യൂ ചാപ്റ്റർ, ഒരു പുതിയ ഫ്യൂച്ചർ അവിടുന്ന് എഴുതുവാൻ പോകുന്നതിനായി നന്ദി പറയുന്നത് ഞാൻ പ്രൊഫസൈ ചെയ്യുക. എല്ലാം അവസാനിച്ചു എന്ന് ലോകം പറയുന്നിടത്ത് യേശു പറയുന്നു, അവസാനിച്ചിട്ടില്ല, തീർന്നിട്ടില്ല. ഒരു പുതിയ അധ്യായം, ഒരു പുതിയ ചാപ്റ്റർ, ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നിശ്ചയം. ലാസറിനെ എഴുതി തള്ളി, മരിച്ചുപോയി. എന്നാൽ യേശു ആ കല്ലറയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. There is nothing is impossible for God. ഇന്നത്തെ നിന്റെ അവസ്ഥകൾ മാറും. നിന്നെ ഒരു സാക്ഷ്യമാക്കി ദൈവം നിർത്തും. നിന്നെ കാണുന്നവർ യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നത് വിശ്വസിക്കുവാനിടയായിത്തീരും എന്ന് വിശ്വസിക്കുക. ഹി ഈസ് അവർ വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, ആരൊക്കെ എതിര് നിൽക്കുന്നുണ്ടെങ്കിലും, എതിർത്ത് നിൽക്കുന്നവരെ പോലും നിന്നെ അനുഗ്രഹമാക്കുവാൻ ശക്തനായവൻ നിനക്ക് അനുകൂലമായിട്ടുണ്ട്. ഫാദർ, ഐ പ്രേ ഇൻ യുവർ നെയിം അഗൈൻ. ഫാദർ, അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ നാമത്തിന്റെ ശക്തിയും മഹത്വവും വെളിപ്പെടുന്ന രീതിയിലുള്ള അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഞങ്ങളുടെ നടുവിൽ ഈ നിമിഷം വെളിപ്പെടട്ടെ. അപ്പോസ്തല പ്രവർത്തനം ഞങ്ങൾ കാണുന്നു, അവർ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തു. അത് ഈ കാലഘട്ടത്തിൽ 2026 അത് വീണ്ടും സംഭവിക്കട്ടെ. അത് അനേകർക്ക് സാക്ഷ്യത്തിന് കാരണമായി തീരട്ടെ. ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ. സഹോദരങ്ങളെ, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങൾക്കുമായി വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ സന്ദേശം മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവെക്കണം. കർത്താവിന്റെ സുവിശേഷ വേലയിൽ നമുക്ക് ദൈവം പങ്കാളിയാകുവാൻ നൽകുന്ന അവസരത്തിൽ നമ്മൾ ആ ഒരു ടൈമാണ്, ആ ടൈമിൽ നമ്മൾ പങ്കാളിയാകണം. ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് അത് ഈശോയുടെ നാമ മഹത്വത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഗ്രൂപ്പിനെതിരെ കുറെ നിരീശ്വരവാദ ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്ന കുറെ ആൾക്കാർക്ക് വീഡിയോസ് ഒന്നും കിട്ടുന്നില്ല. തളർന്നിരിക്കുന്ന മനുഷ്യർക്ക് ഇതൊരു പ്രകാശമായി തീരുന്നുവെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സും ഒക്കെ ഇതിൽ പോസ്റ്റ് ചെയ്യുക. കർത്താവിന്റെ വേലയിൽ നമുക്ക് പരസ്പരം ആയിരിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. I bless you in Jesus' name. God bless you.